ദാ ഈ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടോ? ഇതെൻ്റെ സബ്സ്ക്രൈബർ ഇട്ട ഒരു കമൻറ്റാണ്. അപ്പം ഇതിൽ സംശയങ്ങൾ ഉണ്ടാവാം, കാരണം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞൊരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു സർവൈവർ. സോറി, തീർച്ചയായിട്ടും എൻ്റെ സപ്പോർട്ട് സർവൈവർക്ക് തന്നെയാണ്. പക്ഷെ ഞാൻ ഒരു സിനിമ റിവ്യൂ റിയാക്ഷൻ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് സിനിമയോടാണ് സ്നേഹം, നടന്മാരോടോ നടിമാരോടോ അല്ല. ഞാൻ സിനിമയാണ് നിരൂപണം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ല റിയാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സിനിമ എന്നുള്ള ഒരു സംഭവത്തെയാണ് ഞാൻ സ്നേഹിക്കുന്നത്, ആരാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദിലീപ് എന്നുള്ളൊരു നടൻ അഭിനയിച്ച സിനിമകളോ ഒഴിവാക്കാനോ അല്ലെങ്കിൽ ട്രെയിലർ റിയാക്ട് ചെയ്യാനോ സിനിമ കാണാതിരിക്കാനോ ഉള്ള ഉദ്ദേശം ഇല്ല. കാരണം തീർച്ചയായിട്ടും സിനിമയാണ് വിഷയം. പക്ഷെ പൂർണ്ണമായിട്ടും അതിജീവിതയുടെ കൂടെ അവൾക്കൊപ്പം തന്നെയാണ്. ഇതിപ്പം കീഴ്ക്കോടതിയിൽ വന്ന ഒരു ഉത്തരവാണ്, നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഉത്തരവാണ് കണ്ടത്. ഇതിൽ മേൽക്കോടതികളുണ്ട്. തീർച്ചയായിട്ടും നടി ഇവിടെ നിൽക്കില്ല, ഇതിന്റെ മേൽക്കോടതിയിൽ പോകും. നടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കേസ് പ്രൂവ് ചെയ്യൽ മാത്രമല്ല, നമ്മളെല്ലാ സ്ത്രീകൾക്കും കൂടെ വേണ്ടിയാണ് ഈ ഒരു പോരാട്ടം. അതിൽ നമ്മളെല്ലാവരും ഭാഗവാക്കാവണം. നാളെ നമ്മളുടെ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാരാണ്, നമുക്ക് ഇതുപോലൊരു ന്യൂസ് വാല്യൂ അതിനുണ്ടാവില്ല. അതിനൊരു ഇപ്പം നദിക്ക് നീതി കിട്ടി ഞാൻ പറയുന്നില്ല, പക്ഷെ ഇതിൽ എന്താ ഇപ്പം അറ്റ്ലീസ്റ്റ് എല്ലാവരുടെയും വായ അടപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ച് പേരെ എന്താ പറയുക ശിക്ഷ ചെയ്തിട്ടുണ്ട്, ഒരു 6 പേരെ. അതുപോലും മേ ബി നമുക്ക് ചെയ്യണമെന്നില്ല. പിന്നെ മാത്രമല്ല, നടി ഇതുവരെ അതിനടുത്തൊരു എഫേർട്ട്, അവർ കടന്നുപോയ ട്രോമ, അവരാ സന്ദർഭം അനുഭവിക്കുക മാത്രമല്ല, അതിലൂടെ അതിന്റെ കേസ് വിചാരണയിലൂടെ പോയി അതിന്റെ വിധി കാത്തി 8 വർഷം നിൽക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന് കൊടുക്കാൻ പറ്റുന്ന പരമാവധി വേദനയെ, ആ വേദനയിലൂടെയാണ് നടി കടന്നുപോയത്. തീർച്ചയായിട്ടും നടിയുടെ കൂടെ തന്നെയാണ്. ഹായ് ഗൈസ്, ദിലീപ് നായകനായിട്ടെത്തിയ ബബ്ബയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ട്രെയിലറിന്റെ ഹൈലൈറ്റിംഗ് പാർട്ട് പറഞ്ഞാൽ ലാലേട്ടന്റെ എൻട്രിയാണ്. ലാലേട്ടൻ ക്യാമിയോ ആയിട്ടാണ് വരുന്നത് എന്നാണ് പറയപ്പെട്ടിരുന്നത്. പക്ഷെ ട്രെയിലർ കണ്ടപ്പം ഒരു വലിയൊരു പങ്ക് സിനിമയിലുണ്ട്. അത് എത്ര പോർഷനിലാണ് എത്ര സമയത്താണെന്നൊന്നും ഐഡിയ ഇല്ല. ലാലേട്ടൻ ട്രെയിലർ അങ്ങ് തൂക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ ട്രെയിലർ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. നമസ്കാരം, നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാം. കാരണം ഇപ്പൊ ഈ നാട്ടിലെ മുക്കിലും മൂലയിലും വരെ എന്റെ മുഖചിത്രമാണ്. നമ്മളൊരാളോട് തല പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തന്നിമത്ത കെട്ടിയും പോലെ I will take you to the miraculous universe of the most wanted person you're searching for. ഇത് ഞാൻ കലക്കും. അഡ്വക്കേറ്റ് മുകുന്ദനുണ്ട്. വീണ്ടും സന്ധിക്ക് വരയ്ക്കും വണക്കം എന്ന് സാധാരണക്കാരൻ. അതാരി സാധാരണക്കാരൻ അതിപ്പോ പറയാൻ കഴിയില്ല. ജനങ്ങൾ മുഴുവനും നിനക്ക് വേണ്ടി ആർപ്പൊളിക്കണം. എല്ലാവരുടെയും കണ്ണുകളിൽ നീ മിന്നി മിന്നി തിളങ്ങണം. ഇതവന്റെ ഒടുക്കത്തെ കളിയാ. ഇതോടെ അവന്റെ ഷോയ്ക്ക് ഞാൻ കാർസ്റ്റൻ ഇടും. അതായിരുന്നു ഞാൻ കാത്തിരുന്ന എന്റെ കംബാക്ക് മൊമെന്റ്. സത്യം താൻ കടമയെ ചെയ്യും. അവനും അണ്ണനും ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ അതൊരൊന്നൊന്നര കാലമായിരുന്നു. മതിയാ, இந்த நட போதுமா, இன்னுം கொஞ்சம் വേണമാ. അത് പൊളിച്ചുട്ടോ. ലാലേട്ടന്റെ എൻട്രി ചെയ്തതിന് ശേഷമുള്ള കുറച്ച് സംഭവങ്ങളുണ്ടല്ല, സ്പൈക്ക് അടുപ്പിച്ചിട്ടുണ്ട്. ഇതിൽ എഴുതിയിട്ടുണ്ട് നോ ലോജിക് ഓൺലി മാഡ്നസ്. അപ്പം ദിലീപ് എന്നുള്ളൊരു നടൻ ഇതുവരെ ചെയ്ത് ബലിപ്പിച്ച കുറെ കഥാപാത്രങ്ങളുണ്ട്. അതായത് തമാശകളും ഫാമിലി മാനായിട്ടും ഇതുപോലെ എന്താ പറയാ നല്ല ഡോണായിട്ട് മാസ് മസാല പടങ്ങൾ ചെയ്തിട്ടുണ്ട്. റൺവേ പോലെയുള്ള ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു വൈബ്, അങ്ങനെ എല്ലാ വൈബും കൂടെ ഒരു മിക്സഡ് ആയിട്ടാണ് തോന്നുന്നത്. പൊളിറ്റിക്കലായിട്ട് ഇറങ്ങുന്നുണ്ട് എന്നുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു ട്രെയിലറിൽ കാണുന്നുണ്ട്. അപ്പോൾ എന്താ പൊളിറ്റിക്കൽ സംഭവം ഉണ്ട്, എന്നാൽ കോമഡി സംഭവങ്ങളുണ്ട്. അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണി ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ആ സംഭവം ഉണ്ട്. മീശമാധവനില് നമ്മൾ അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണിയാണ് സലീം കുമാർ സലീമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് കണക്ഷൻസ് അവിടെയൊക്കെ പല ഡയലോഗുകളും റിയൽ ലൈഫ് സംഭവങ്ങളായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്. ഇപ്പം ആദ്യം കാണുന്നില്ല മുക്കിലും മൂലയിലും എൻ്റെ പോസ്റ്ററുകളാണെന്നൊക്കെ പറയുന്നത് റിയൽ ലൈഫ് ഇപ്പോഴത്തെ സംഭവമായി കണക്ട് ചെയ്തിട്ട് വരുന്ന കുറച്ച് ഡയലോഗുകളുണ്ട്. പിന്നെ അതുപോലെ മാസമായ കുറച്ച് അടി ഫൈറ്റ് സാധനങ്ങൾ
തീർച്ചയായിട്ടും നമ്മൾ ഈ ട്രെയിലർ കണ്ടു, സിനിമയിൽ ഉണ്ടാവും. പിന്നെ ലാലേട്ടൻ്റെ എൻട്രി തൊട്ട് പണി വീണ്ടും ഒരു വേറെ ലെവലാവുന്നുണ്ടേ. ആ ലാലേട്ടൻ്റെ ലുക്ക് സംഭവങ്ങളെല്ലാം കിട്ടുക്കിയിട്ടുണ്ട്, കിണ്ണം കാഴ്ചയാക്കിയിട്ടുണ്ട്. ഇവരുടെ ഈ ഒരു കോംബോ ആക്ച്വലി അടിപൊളിയാണ്. 2020 സിനിമയിൽ ഇവർ ഏട്ടനും അനിയനായിട്ടും വന്നിട്ടുണ്ട്. ഇതിലും ഏട്ടനനിയനാണോ അതോ ഫ്രണ്ട്സ് ആണോ ഉള്ളത് അറിയില്ല. പക്ഷെ എങ്കിലും ഇവരുടെ കോംബോ നല്ല അങ്ങോട്ടും ഇങ്ങോട്ട് ഗിവ് ആൻഡ് ടേക്ക് ഉള്ള നടന്മാരാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ആക്ടിങ് മുന്നേ 2020 ഒക്കെ കാണുമ്പോൾ നല്ല അടിപൊളി വൈബ് അടിച്ച് നല്ല ഫീലോടെ നമ്മൾ കണ്ട പടാ 2020 ഒക്കെ. എന്തായാലും നമുക്ക് ഒരു ട്രെയിലർ ഹൈലി എക്സ്പ്ലോസീവ് ആയിട്ടുണ്ട്, കിടലിനാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രെയിലറിലുള്ള മ്യൂസിക് ഷാൻ റഹ്മാനാണ് മ്യൂസിക് കാണുന്നത്. ഒറിജിനൽ സ്കോർ വരുന്നത് ഗോപി സുന്ദറാണ്. അപ്പം ഇതിന്റെ ഈ BGM സംഭവം ഉണ്ടല്ലോ ഈ ട്രെയിലറിൽ കിടലാക്കിയിട്ടുണ്ട്. ആ ഒരു നമ്മൾ ഇതുവരെ കേൾക്കാത്ത സ്റ്റൈൽ ഓഫ് വൈബ് അടിച്ചിട്ടുണ്ട്. രസമുണ്ട്. ആ ഒരു മാഡ്നസ് സംഭവങ്ങളൊക്കെ മ്യൂസിക്കിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ധനഞ്ജയ് ശങ്കറാണ് സംവിധാനം. പുള്ളിക്കാരൻ ഫസ്റ്റ് പടാന്നാണ് എൻ്റെ ഒരു കണ്ടെത്തലിൽ മനസ്സിലായത്. അതുപോലെ തന്നെ ഫാഹിം സഫറും നൂറിൻ ഷെറീഫായ തിരക്കഥ, ധനഞ്ജയ് ശങ്കറാണ് ഡയലോഗ്. നല്ല ഇപ്പോഴത്തെ പുള്ളിക്കാരൻ്റെ ജീവിത സാഹചര്യം ജീവിത അവസ്ഥകളൊക്കെ കൂട്ടി ഇണക്കി വെച്ച് നമ്മൾ രാമലീല ഇറക്കിയില്ലേ, അതേ ഒരു ലൈനിലാണ് ഈ ഒരു പടം വരുന്നത്. അത് ചിലപ്പോൾ അതേ ഒരു പോലെ ഹിറ്റ് അടിക്കാനും സാധ്യതയുണ്ട്. കാരണം എല്ലാ ചേരുവകളും ചേർത്തിട്ടാണ് പടം ഇറക്കിയിട്ടുള്ളത്. ഈ ഒരു കാലഘട്ടത്തിലെ ആൾക്കാർ ഇത് എഴുതിയത് കൊണ്ട് തന്നെ അതിന് ഈ ഏറ്റവും പുതിയ ജനറേഷനായി കണക്ട് ചെയ്യുന്ന സംഭവങ്ങൾ വരെ പടത്തിൽ ഉണ്ടാവാം. അങ്ങനെ തോന്നുന്നുണ്ട്. പടം ഭയങ്കര ന്യൂ ആയിട്ട് ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പടത്തിന്റെ ട്രെയിലർ ഭയങ്കര ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ദിലീപിനെ നമ്മൾ കണ്ടിട്ട് കുറേ നാളായി. അപ്പം പുള്ളിക്കാരൻ ഈ ഒരു കേസൊക്കെ ഈ ഒരു ലെവൽ എത്തിച്ചിട്ട് വരുന്നൊരു പടമാണ്. അപ്പം ഈ ഒരു പടം ഏത് ലെവൽ ഓടും എങ്ങനെയാവും എന്നുള്ളതൊക്കെ പുള്ളിക്കാരൻ്റെ ഈ ഒരു കരിയർ ലൈഫിനെ നന്നായി ഇമ്പാക്റ്റ് ചെയ്യും. എങ്ങനെയായിരിക്കും കാണാം. എല്ലാവരും പടം കാണാൻ പോവോ അല്ല ദിലീപ് എന്ന നടനെ ഇഷ്ടപ്പെടുന്നവർ മാത്രമേ കാണാൻ പോവുള്ളൂ, ഒന്നും ക്ലിയർ അല്ല. അതൊക്കെ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. നിങ്ങൾ കാണാൻ വെയിറ്റിംഗ് ആണോ, ഈ പടം നിങ്ങൾ കണ്ട് വിജയിപ്പിക്കുമോ? എന്നാൽ ട്രെയിലറിന്റെ തുടക്കം തൊട്ടൊരു എനർജി ഉണ്ട്. ആ ഒരു എനർജി എവിടെയും ലൂസ് ആയിട്ടില്ല. അത് ഓരോ കോമഡി കാണിക്കുന്നതും രാഷ്ട്രീയം കാണിക്കുന്നതും പുള്ളിക്കാരൻ ഒരു മാസാവാൻ വരുന്ന ഒരു സീനും അങ്ങനെ ലാലേട്ടൻ വരുന്ന സീനും എല്ലാം കൊണ്ടും ട്രെയിലർ ഭയങ്കര എനർജറ്റിക് ആയിട്ടുണ്ട്. ആ ഒരു എനർജി സിനിമക്ക് ഉണ്ടാവുമോ എന്ന് കാണാനുള്ള ഒരു വെയിറ്റിംഗ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ട്രെയിലർ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് ട്രെയിലർ? എങ്ങനെ ഉണ്ടാവും ഈ പടം നിങ്ങൾ കാണാൻ പോവോ? ദിലീപ് നടന്റെ ഫാനാണോ നിങ്ങൾ? ലാലേട്ടൻ ഫാനാണോ? എന്തുകൊണ്ടായിരിക്കും ഈ പടം കാണാൻ പോകുന്നത്? നിങ്ങൾ കാണാൻ വെയിറ്റിംഗ് ആണോ? എല്ലാം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. പിന്നെ എങ്ങനെ ഉണ്ടാവും ഈ ഒരു പടം? അടിപൊളിയോ പൊളിച്ചടുക്കുവോ? പൊളപ്പനായില്ലേ ട്രെയിലർ? എല്ലാം താഴെ മറക്കാതെ കമന്റ് ചെയ്യണേ. മറക്കല്ലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ, മറന്നുകൂടാ. അപ്പൊ അത്രയും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.